ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നീന എന്ന യുവതിയെയാണ് കാണിക്കുന്നത്. അവൾ തൻ്റെ കുഞ്ഞിനെയും കൂട്ടി വിസിറ്റിംഗ് വിസയിൽ യുഎസിലേക്ക് അനധികൃതമായി കുടിയേറിയതാണ്. അനധികൃത കുടിയേറ്റക്കാരിയായതുകൊണ്ട് തന്നെ നീനയ്ക്ക് ആരും തന്നെ ജോലി കൊടുത്തിരുന്നില്ല. യുഎസിൽ തുടരണമെങ്കിൽ നീനയ്ക്കിനി കേസ് നടത്തേണ്ടതുണ്ട്. വക്കീലിനെ കൊടുക്കാനും മറ്റുമായി ധാരാളം പണം ചെലവാകും. ആയതുകൊണ്ട് തന്നെ നീനയ്ക്ക് ഒരു ജോലി അനിവാര്യമാണ്. നീനയുടെ ഈ ഒരു അവസ്ഥ കണ്ട് സഹതാപം തോന്നി നീനയുടെ ഒരു കൂട്ടുകാരി അവളെ ജോലിക്കായി ലൂതർ എന്നൊരു വൃദ്ധൻ്റെ പക്കലേക്ക് കൊണ്ടുപോവുകയാണ്. ലൂതർ ആളെങ്ങനെയാണെന്ന് നീന കൂട്ടുകാരിയോട് ചോദിച്ചു. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്നും അയാൾ അനധികൃതമായി കുടിയേറിയിട്ടുള്ള നിരവധി യുവതികളെ രക്ഷിച്ചിട്ടുണ്ടെന്നും നീനയുടെ കൂട്ടുകാരി അവളോട് പറഞ്ഞു. പോകുന്ന വഴിയിൽ നീനയുടെ കുട്ടിക്ക് യൂറിൻ പാസ് ചെയ്യാനായി അവർ വാഹനം നിർത്തി. ഈ നേരത്ത് വിജനമായ ആ ഒരു പ്രദേശത്ത് നീന ആരുടെയോ കരച്ചിൽ കേൾക്കുകയാണ്. ഉടൻ തന്നെ അവൾ കാറിലേക്ക് നീങ്ങി. ഈ ഒരു സമയത്ത് പരുക്കുകളോടെ ഒരു യുവാവ് സഹായം അഭ്യർത്ഥിച്ച് അവളുടെ പക്കലേക്കെത്തി. ഭീതിയോടെ നീന അയാളെ തള്ളിമാറ്റുകയും പെട്ടെന്നു തന്നെ കാറിനകത്തേക്ക് കയറുകയും ചെയ്തു. ഈ സമയത്ത് ആ യുവാവിനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. എന്തോ പ്രശ്നമുണ്ടെന്നും അയാൾക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ടെന്നും നീന കൂട്ടുകാരിയോട് പറഞ്ഞു. അത് ഗോത്രവർഗ്ഗക്കാർ തമ്മിലുള്ള പ്രശ്നമാണെന്നും നമ്മളതിൽ ഇടപെടേണ്ടതില്ലെന്നും നീനയുടെ കൂട്ടുകാരി അവൾക്ക് മറുപടി നൽകി. യാത്ര തുടർന്ന് ഇരുവരും ഒറ്റപ്പെട്ട നിലയിലുള്ള ലൂതറിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. കൂട്ടുകാരി നീനയുടെ കാര്യങ്ങളെല്ലാം പറയുകയും ജോലി കൊടുക്കാനായി ലൂതറിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. കുട്ടികളുള്ള സ്ത്രീകൾക്ക് ഞാൻ ജോലി കൊടുക്കുന്നത് പതിവില്ലെന്ന് ലൂതർ അവരോട് പറഞ്ഞു. എന്നിരുന്നാലും കൂട്ടുകാരിയുടെ അഭ്യർത്ഥന പ്രകാരം വീട്ടിലെ വേലക്കാരിയായി ജോലി നൽകാമെന്ന് ലൂതർ സമ്മതിച്ചു. പിന്നീട് നീനയോട് യാത്ര പറഞ്ഞ് കൂട്ടുകാരി അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. പിന്നീട് ലൂതർ തൻ്റെ വീട്ടിലെ മുറികളെല്ലാം നീനയ്ക്ക് കാണിച്ചു കൊടുത്തു. അവിടെ നിരവധി മാനുകളുടെ തലകളുണ്ടായിരുന്നു. ഇതേപ്പറ്റി നീന ലൂതറിനോട് ചോദിച്ചു. വേട്ടയാടാൻ എനിക്കിഷ്ടമാണ്. ഞാൻ ഇവിടുത്തെ കശാപ്പുകാരനാണ്. മാനുകളെ കൊന്ന് മാംസം ഭക്ഷിക്കുകയും അതിൻ്റെ തല സംരക്ഷിച്ചു വയ്ക്കാറുമാണ് പതിവെന്ന് ലൂതർ അവൾക്ക് മറുപടി നൽകി. പിന്നീട് റൂമിലേക്ക് പ്രവേശിച്ചവൾ അവിടെ ഒരു ഫോട്ടോ കാണാനിടയായി. അതാരാണെന്നവൾ ലൂതറിനോട് ചോദിച്ചു. അതെൻ്റെ മുത്തച്ഛനാണ്. വിളവെടുപ്പ് കാലത്തെ ഒരു ഫോട്ടോയാണത്. ഈ നഗരം തന്നെ സ്ഥാപിച്ചത് ഞങ്ങളുടെ പൂർവികരാണ്. വീണ്ടും ഒരു വിളവെടുപ്പ് കാലം വരാറായി. നിങ്ങൾക്കത് നേരിൽ കാണാൻ സാധിക്കുമെന്നും ലൂതർ അവളോട് പറഞ്ഞു. രാത്രിയിൽ അത്താഴം കഴിച്ച് നീന ഉറങ്ങാനായി കിടന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നീനയുടെ കുട്ടിയെ അവിടെ കാണാനില്ല. പരിഭ്രാന്തിയോടെ അവൾ താഴേക്കിറങ്ങി വന്നു. ഈ സമയത്ത് നീനയുടെ കുട്ടി ലൂതറിനൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്നെ കാണാതായതോടെ ഞാൻ തന്നെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയെന്നും കഴിക്കാനും ലൂതർ നീനയോട് പറഞ്ഞു. ഇത് കേട്ട് നീനയ്ക്ക് വലിയ ചമ്മലായി. ഞാൻ അറിയാതെ ഉറക്കത്തിൽപ്പെട്ടു പോയെന്നും എന്നോട് ക്ഷമിക്കണമെന്നും നീന ലൂതറിനോട് പറഞ്ഞു. പിന്നീട് അവരും ഒരുമിച്ചിരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. താൻ കല്യാണം കഴിച്ചിട്ടില്ലെന്നും തനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് താല്പര്യമെന്നും ലൂതർ നീനയോട് പറഞ്ഞു. എന്നാൽ ഈ ഒരു സമയത്ത് ബേസ്മെൻറ്റിൽ നിന്നും നിഗൂഢമാർന്ന ചില ശബ്ദങ്ങളെല്ലാം കേൾക്കുകയാണ്. പേടിക്കേണ്ട, അത് കാട്ടിൽ നിന്നും വരുന്ന റാക്കൂണുകളായിരിക്കും. ഞാനതിനെ ഓടിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ലൂതർ ബേസ്മെൻറ്റിലേക്ക് പോയി. പിന്നീട് ലൂതർ വീടിനോട് ചേർന്നുള്ള തൻ്റെ ഔട്ട് ഹൗസ് നീനയ്ക്ക് കാണിച്ചു കൊടുത്തു. അവിടേക്ക് പ്രവേശിക്കരുതെന്നും അങ്ങോട്ടേക്ക് മറ്റാരും പ്രവേശിക്കുന്നത് തനിക്കിഷ്ടമില്ലെന്നും ലൂതർ അവളോട് പറഞ്ഞു. ശേഷം ലൂതർ അവിടെ നിന്നും തൻ്റെ ബേസ്മെൻറ്റിലേക്ക് പോവുകയാണ്. ശേഷം അയാൾ മാനിറച്ചിയാണെന്നും പറഞ്ഞുകൊണ്ട് കുറച്ചിറച്ചി നീനയ്ക്ക് കറിവയ്ക്കാനായി നൽകി. ആ ദിവസങ്ങളിൽ നീനയ്ക്ക് നല്ല ചുമയുണ്ടായിരുന്നു. ഇതുകൊണ്ട് ലൂതർ ചുമ മാറുമെന്നും പറഞ്ഞ് വിചിത്രമായൊരു ചായ നീനയ്ക്ക് കുടിക്കാനായി നൽകി. ആ ഒരു ചായ നീന കുടിക്കുന്നത് ലൂതർ നിഗൂഢമാർന്ന ഭാവത്തോടെ നോക്കി നിൽക്കുകയാണ്. ചായ കുടിച്ചതോടെ നീനയ്ക്ക് വല്ലാത്തൊരു ഉറക്കക്ഷീണം അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ അവൾ ഗാഢമായ നിദ്രയിലേക്ക് വഴുതി വീണു. എന്നിരുന്നാലും അവൾ ലൂതറിനെ ഒട്ടും തന്നെ സംശയിച്ചിരുന്നില്ല. അന്നു രാത്രിയിലും ലൂതർ അവൾക്ക് ആ ഒരു വിചിത്രമായ ചായ കുടിക്കാനായി നൽകിയിരുന്നു. മുൻപുണ്ടായതുപോലെ തന്നെ അവൾ അങ്ങനെ ഗാഢമായ നിദ്രയിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് അവൾ പുറകോട്ടുന്ന സമയത്ത് താൻ പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ലൂതർ അവിടെ നിന്നും പോയി. എന്നാൽ അല്പസമയത്തിനു ശേഷം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്രാസ് എന്നൊരു മനുഷ്യൻ അവളുടെ പക്കലേക്ക് ഓടി വരികയാണ്. ഒരു കാഴ്ച കണ്ട് ഭീതിയോടെ നീന കുട്ടിയെയും കൂട്ടി അകത്ത് കയറി വാതിലടച്ചു. ഏറെ നേരം കഴിഞ്ഞ്
ലൂതർ അങ്ങോട്ടേക്ക് തിരിച്ചെത്തി. അയാൾ നേരെ പോയിരുന്നത് അവിടുത്തെ ഔട്ട് ഹൗസിലേക്കായിരുന്നു. ഈ ഒരു കാഴ്ച നീന കണ്ടിരുന്നു. നീന നടന്ന സംഭവങ്ങളെല്ലാം ലൂതറിനോട് വെളിപ്പെടുത്തി. ഈ സ്ഥലം അത്ര ശരിയല്ലെന്നും അയാളെ കൊല്ലാമായിരുന്നില്ലേ എന്നും ലൂതർ നിസാര ലാഘവത്തോടെ നീനയോട് പറയുകയാണ്. ലൂതറിൻ്റെ ആ ഒരു സംസാര രീതി കണ്ട് നീനയും പകച്ചുപോയി. പിന്നീട് ലൂതർ കൊല്ലാനുള്ള പ്രാക്ടീസ് കൊടുക്കാനായി നീനയെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ കണ്ട കാട്ടുമൃഗത്തെ വെടിവെച്ച് കൊലപ്പെടുത്താനായി ലൂതർ നീനയോട് പറഞ്ഞു. പക്ഷേ അവൾക്ക് അതിനെ കൊല്ലാനായി മനസ്സ് വന്നില്ല. അതോടെ ലൂതർ നീനയോട് ദേഷ്യപ്പെട്ടു. നിന്റെ മകളെ ആരെങ്കിലും ആക്രമിച്ചാൽ നിനക്ക് അവരെ കൊല്ലേണ്ടി വരുമെന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ലൂതർ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. എന്നാൽ അല്പസമയത്തിനു ശേഷം ആദർസ് എന്ന ആ യുവാവ് വീണ്ടും സഹായം അഭ്യർത്ഥിച്ച് നീനയുടെ പക്കലേക്കെത്തുകയാണ്. തൻ്റെ പറമ്പിലേക്ക് അനുവാദമില്ലാതെ പ്രവേശിച്ച അയാളെ ലൂതർ തൻ്റെ തോക്കുപയോഗിച്ച് അടിച്ചു വീഴ്ത്തി. എൻ്റെ കാർ കംപ്ലൈൻ്റായെന്നും സഹായം ലഭിക്കുമോ എന്നറിയാനായി വന്നതാണെന്നും ആദർസ് ലൂതറിനോട് പറഞ്ഞു. അയാൾ പറയുന്നത് സത്യമാണെന്ന് ലൂതറിന് തോന്നി. അങ്ങനെ ലൂതർ അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. നിങ്ങളുടെ കാർ ഞാൻ തന്നെ ഇടപെട്ട് ശരിയാക്കി തരാമെന്ന് ലൂതർ ആദർസിനോട് പറഞ്ഞു. നീനയും ആദർസും വളരെ വേഗത്തിൽ തന്നെ അടുത്ത സുഹൃത്തുക്കളായി മാറി. ഈ ഒരു കാര്യം ലൂതറും ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് ലൂതർ ഇരുവർക്കും അവൻ്റെ വിചിത്രമായ ചായ കുടിക്കാനായി നൽകി. ഇരുവരും അത് കുടിക്കുന്നത് ലൂതർ സന്തോഷത്തോടെ വീക്ഷിച്ചു. അതിനുശേഷം ലൂതർ ഉറങ്ങാനായി പോയി. അടുക്കളയിലേക്ക് നീന പാത്രങ്ങൾ കഴുകാനായി പോയ സമയത്ത് അവളെ സഹായിക്കാനായി ആദർശം അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ഇരുന്നിരുന്ന വീഞ്ഞെടുത്ത് ഇത് നമുക്ക് കുടിച്ചാലോ എന്ന് ആദർശ് നീനയോട് ചോദിച്ചു. ഇത് കേട്ട് ഞാൻ ഇവിടുത്തെ വേലക്കാരി മാത്രമാണെന്നും ഇത് ലൂതറിൻ്റെ വീടാണെന്നും നീന ആദർശിനോട് പറഞ്ഞു. എങ്കിലും ഇരുവരും അല്പം വീഞ്ഞെടുത്ത് കുടിച്ചിരുന്നു. ഈ ഒരു സമയത്ത് മാനിൻ്റെ മാസ്ക് അണിഞ്ഞ രൂപത്തിൽ ആരോ തങ്ങളെ നിരീക്ഷിക്കുന്നതായി നീനയ്ക്ക് തോന്നിയിരുന്നു. എന്നാൽ ആദർശ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ആദർശ് നീനയെക്കുറിച്ച് അവളോട് ചോദിച്ചറിയുകയാണ്. ഞാൻ അനധികൃതമായി ഇവിടേക്ക് കുടിയേറിയതാണെന്നും രേഖകൾ ശരിയാക്കാൻ ഒരുപാട് പണം വേണ്ടിവരുമെന്നും അവൾ അവനോട് പറഞ്ഞു. ഇത് കേട്ട് ഞാനും വിസിറ്റിംഗ് വിസയിൽ ഇവിടേക്ക് എത്തിയ ആളാണെന്ന് ആദർശം വെളിപ്പെടുത്തി. റൂമിലേക്കെത്തിയ അവൾക്ക് വീണ്ടും മാനിൻ്റെ മാസ്ക് അണിഞ്ഞ് ഒരാൾ നിൽക്കുന്നതായി തോന്നിയിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും നോക്കിയപ്പോൾ ആ രൂപത്തെ അവിടെ കാണാനില്ല. ശേഷം പതിവ് പോലെ തന്നെ നീന അഗാധമായ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. പിറ്റേന്നുണരുമ്പോൾ തൻ്റെ കുഞ്ഞിനെ കാണാതെ നീന അസ്വസ്ഥയായി. പിന്നീട് ലൂതറിനൊപ്പം കളിക്കുന്ന നിലയിൽ അവൾ കുട്ടിയെ കണ്ടെത്തി. സന്തോഷത്തോടെ നീന കുട്ടിയെ വാരിപ്പുണർന്നു. ഈ ഒരു സമയത്ത് മുഖംമൂടിധാരികളായ 3 പേർ തന്നെ വീക്ഷിക്കുന്നതായി അവൾക്ക് തോന്നി. അവൾ ഇക്കാര്യം ലൂതറിനോട് പറഞ്ഞെങ്കിലും പിന്നീട് നോക്കിയപ്പോൾ അവരെ കാണാനില്ല. നിനക്ക് ഭ്രാന്താത്മികമായ ചിന്തകളുണ്ടെന്നും അതുകൊണ്ടാണ് അങ്ങനെയെല്ലാം തോന്നുന്നതെന്നും ലൂതർ അവളോട് പറഞ്ഞു. ഇനിയൊരിക്കലും എൻ്റെ അനുവാദം കൂടാതെ ഇവിടെ നിന്നും വൈൻ കുടിക്കരുതെന്നും അവൻ അവളെ ഓർമ്മിപ്പിച്ചു. ഞങ്ങളുടെ വിളവെടുപ്പ് കാലം വരികയാണെന്നും നീ അത് കഴിഞ്ഞ് പോയാൽ മതിയെന്നും ലൂതർ ആദർശിനോട് പറഞ്ഞിരുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ഗസ്റ്റുകൾ ഉണ്ടാകുമെന്നും ലൂതർ അവരെ അറിയിച്ചു. അങ്ങനെ ലൂതറിൻ്റെ റൂം വൃത്തിയാക്കുന്നതിനിടെ നീന പുരാതനമായൊരു പുസ്തകം കാണാനിടയായി. ആ പുസ്തകത്തിൽ നീന ഇടയ്ക്കിടെ കണ്ടിരുന്ന മുഖംമൂടിധാരികളുടെ ചിത്രങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവൾ ആ പുസ്തകം നോക്കുന്നത് കണ്ട് ലൂതർ അവളെ ശകാരിക്കുകയാണ്. എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ സാധനങ്ങളിൽ തുടരുതെന്നും അങ്ങനെ ചെയ്താൽ അതിൻ്റെ തിക്തഫലം നീ അനുഭവിക്കേണ്ടി വരുമെന്നും ലൂതർ അവളോട് പറഞ്ഞു. പിന്നീട് ലൂതർ രാത്രിയിൽ ഗസ്റ്റുകൾ വരുമ്പോൾ ധരിക്കാനായി അവൾക്ക് ഒരു വസ്ത്രം നൽകി. രാത്രിയിൽ അവൾ അതണിഞ്ഞ് തൻ്റെ കുട്ടിയെയും എടുത്ത് ഗസ്റ്റുകളുടെ മുൻപിലേക്കെത്തി. അവിടെ ഉണ്ടായിരുന്ന അതിഥികളുടെ വിചിത്രമായ പെരുമാറ്റ രീതി കണ്ട് നീന ആദർശിനെയും കൂട്ടി മുകളിലേക്ക് പോയി. ഇക്കാര്യത്തെക്കുറിച്ച് നീന ആദർശിനോട് പറഞ്ഞു. അത് ശരിയാണെന്നും തനിക്കും അങ്ങനെ തോന്നിയെന്നും ആദർശ് അവൾക്ക് മറുപടി നൽകി. ഞാനിവിടെ നിന്നും പോകുമ്പോൾ നീ എൻ്റെ കൂടെ പോന്നോളൂവെന്നും നിനക്ക് ജോലിയും താമസ സൗകര്യവും ഞാൻ ശരിയാക്കി തരാമെന്നും ആദർശ് അവളോട് പറഞ്ഞു. ലൂതർ എന്നോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും അയാളുമായി എനിക്കൊരു കരാറുണ്ടെന്നും അതിനാൽ തന്നെ എനിക്ക് വരാൻ സാധിക്കില്ലെന്നും അവൾ അവനെ അറിയിച്ചു. എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നും നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നന്നായി ശ്രദ്ധിക്കണമെന്നും ആദർശ് അവളെ ഓർമ്മിപ്പിച്ചു. ഈ ഒരു സമയത്ത് ലൂതർ അങ്ങോട്ടേക്കെത്തി ഇരുവരോടും താഴേക്ക് വരാനായി അഭ്യർത്ഥിക്കുകയാണ്. താഴേക്കെത്തിയ ആദർശിനെ നിങ്ങളുടെ വാഹനം ശരിയായെന്നും
കാട്ടിത്തരാമെന്നും പറഞ്ഞുകൊണ്ട് ലൂതർ കൂട്ടിക്കൊണ്ടുപോയി. ലൂതർ അവനെയും കൊണ്ട് നേരെ പോയത് ലൂതറിൻ്റെ ഔട്ട് ഹൗസിലേക്കായിരുന്നു. അവിടുത്തെ ഭീതിജനകമായ കാഴ്ച കണ്ട് ആദ്രസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഉടനെ പുറകിൽ നിന്നും ലൂതർ ആദ്രസിനെ അടിച്ചു വീഴ്ത്തി. അല്പസമയം കഴിഞ്ഞിട്ടും ആദ്രസിനെ കാണാതായതോടെ നീന അവനെ അന്വേഷിച്ച് പുറത്തേക്കിറങ്ങി. ഈ ഒരു സമയത്തും അവൾ മുഖം മൂടിധാരിയായ ഒരാളെ കണ്ടിരുന്നു. അത് തൻ്റെ തോന്നൽ മാത്രമായിരിക്കുമെന്ന് അവളും കരുതി. അല്പസമയത്തിനു ശേഷം ലൂതർ അവളുടെ പക്കലേക്കെത്തി. വാഹനം ശരിയായതോടെ ആദ്രസ് പോയെന്ന് അയാൾ അവളോട് പറഞ്ഞു. ഒരിക്കലും അയാൾ തന്നോട് യാത്ര പറയാതെ പോകില്ലെന്ന് അവൾ ലൂതറിന് മറുപടി നൽകി. ചിലരങ്ങനെയാണെന്നും നന്ദി കെട്ടവരാണെന്നും ലൂതർ അവളോട് പറഞ്ഞു. പിന്നീട് ലൂതർ പതിവായി ചെയ്യാറുള്ളതുപോലെ ആ ഒരു ചായ അവളെ കൊണ്ട് കുടിപ്പിച്ചു. അത് കുടിച്ചതോടുകൂടി നീന അബോധാവസ്ഥയിലായി. എങ്കിലും അവൾ കണ്ണുകൾ അടയ്ക്കാതെ ഏറെ നേരം പിടിച്ചു നിന്നു. പിന്നീട് അവളെ മേശയിൽ കിടത്തി ലൂതറിൻ്റെ ആളുകൾ എന്തൊക്കെയോ ആചാരങ്ങൾ ചെയ്യുകയാണ്. അല്പസമയത്തിനു ശേഷം അവൾ സാധാരണ വസ്ത്രത്തിൽ തൻ്റെ റൂമിൽ തന്നെയാണ് ഉണർന്നത്. അതോടെ എല്ലാം തൻ്റെ സ്വപ്നമാണെന്ന് കരുതി അവൾ ഉറങ്ങാനായി കിടന്നു. പിറ്റേന്ന് നിലം തുടയ്ക്കുന്ന സമയത്ത് നീന രക്തക്കറ കാണാനിടയായി. അത് ആരുടേതായിരിക്കുമെന്ന് അവൾ അതിശയത്തോടെ ചിന്തിച്ചു. സംശയം തോന്നി നീന അവിടെ നിന്നും ലൂതറിൻ്റെ റൂം പരിശോധിക്കാനായി പോവുകയാണ്. അങ്ങനെ നീന ലൂതറിൻ്റെ മുറിയിൽ ഒരു മരപ്പെട്ടി കാണാനിടയായി. അങ്ങനെ അവൾ ആ ഒരു പെട്ടി തുറന്ന് പരിശോധിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവൾ ലൂതറിൻ്റെ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന നിഗൂഢമാർന്ന ആ ഒരു പുസ്തകം കണ്ടിരുന്നു. അവളത് വായിക്കാനായി ശ്രമിച്ചെങ്കിലും ഈ ഒരു സമയത്ത് ലൂതറിൻ്റെ ശബ്ദം കേട്ടതോടെ അവൾ ആ പുസ്തകം അടച്ചു വെച്ചു. താഴേക്കെത്തിയവൾ ബേസ്മെൻറ്റിൽ നിന്നും ആരുടെയോ അലർച്ച കേൾക്കാനിടയായി. അവൾക്കത് ആദ്രസിൻ്റെ ശബ്ദം പോലെയാണ് തോന്നിയിരുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ബേസ്മെൻറ്റിലേക്ക് പോയിരുന്ന ലൂതർ പുറത്തേക്ക് വരികയാണ്. അന്നേരം അവൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നത് നീനയിൽ ആശങ്ക ജനിപ്പിച്ചിരുന്നു. ആ റൂമിലേക്ക് പ്രവേശിക്കരുതെന്ന് അവൾക്ക് താക്കീത് നൽകിക്കൊണ്ട് ലൂതർ അവിടെ നിന്നും പോയി. എന്നിരുന്നാലും സംശയത്തോടെ നീന രാത്രിയിൽ ബേസ്മെൻറ്റിലേക്ക് പോകാനൊരുങ്ങി. അവൾ അപ്രകാരം ചെയ്യുമെന്ന് ലൂതർ കണക്ക് കൂട്ടിയിരുന്നു. അതിനാൽ തന്നെ ലൂതർ ഉറക്കമുളച്ച് അവളെയും കാത്തവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നാളെ മേലാക്കം ഇത് ആവർത്തിക്കരുതെന്ന് ദേഷ്യത്തോടെ അവൻ നീനയോട് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പലചരക്ക് സാധനങ്ങൾ വാങ്ങാനായി ലൂതർ പുറത്തേക്ക് പോയി. ഈ ഒരു സമയത്ത് നീന ഒരു മഴ ഉപയോഗിച്ച് ബേസ്മെൻറ്റിൻ്റെ വാതിൽ തകർത്ത് അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിനകത്തെ കാഴ്ച കണ്ട് നീന അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറച്ചു. ലൂതർ ആദർശനെ അവിടെ രണ്ട് കണ്ണുകളും ചൂഴ്ന്നെടുത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. ദയനീയമായ അവൻ്റെ അവസ്ഥ കണ്ട് നീന അതീവ ദുഃഖതയായി. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാമെന്ന് അവൾ തീരുമാനിച്ചു. അവൾ അവനെ മോചിതനാക്കുകയും അവനെയും തൻ്റെ കുട്ടിയെയും കൂട്ടി കാട്ടിലൂടെ അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയുമാണ്. നിർഭാഗ്യവശാൽ ലൂതർ അവരെ കണ്ടെത്തുകയും ഒരു തോക്കുപയോഗിച്ച് അടിച്ചു വീഴ്ത്തി പിടികൂടുകയും ചെയ്തു. പിന്നീട് ബോധം വരുമ്പോൾ നീന ബന്ധനസ്ഥയായ അവസ്ഥയിലാണ്. അവിടേക്ക് ഭക്ഷണവുമായി എത്തിയ ലൂതർ അവളുടെ കുട്ടിയെ അവിടെ നിന്നും എടുത്തുകൊണ്ട് പോയി. പിന്നീട് ലൂതർ നിഗൂഢമാർന്ന ആ ഒരു ചായയുമായി വീണ്ടും അവളുടെ പക്കലേക്ക് എത്തുകയാണ്. അവളത് കുടിക്കാൻ വിസമ്മതിച്ചതോടെ എങ്കിൽ പിന്നെ ഞാനിത് നിന്റെ കുട്ടിക്ക് കൊടുക്കുമെന്നും പറഞ്ഞ് ലൂതർ അവളെ ഭീഷണിപ്പെടുത്തി. അതോടെ മയക്കുമരുന്ന് കലർത്തിയ ആ ഒരു ചായ കുടിക്കാൻ അവൾ നിർബന്ധിതയായി. ആ ഒരു ചായ കുടിച്ചതോടെ നീന ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാത്രിയോടെ അവൾ ഉണർന്നു. ഈ ഒരു സമയത്ത് ലൂതർ പ്രാചീന വസ്ത്രങ്ങളണിഞ്ഞ് അവളുടെ പക്കലേക്ക് വരികയാണ്. പിന്നീട് ലൂതർ അവളെ ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ശേഷം ലൂതർ അവളോട് വസ്ത്രങ്ങൾ അഴിക്കാനായി ആവശ്യപ്പെട്ടു. അവൻ്റെ ഭീഷണി മൂലം മനസ്സില്ലാ മനസ്സോടെ അവൾക്കത് ചെയ്യേണ്ടി വന്നു. പിന്നീട് ലൂതറിൻ്റെ നിർദ്ദേശമനുസരിച്ച് കുളിക്കാനായി അവൾ ബാത്ടബിലേക്ക് നീങ്ങി. നീ ഞങ്ങൾക്കൊപ്പം ചേരണമെന്നും നിൻ്റെ കുട്ടിയെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ആളാക്കി വളർത്തുമെന്നും ലൂതർ നീനയോട് പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യത്തോടെ നീന ലൂതറിനെ ആക്രമിക്കാനായി ശ്രമിച്ചു. അതോടെ കോപാകുലനായ ലൂതർ നീനയെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിക്കുകയാണ്. പിന്നീട് ഞങ്ങളോട് സഹകരിക്കണമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ലൂതർ അവളുടെ പക്കൽ നിന്നും പോയി. ഈ ഒരു സംഭവത്തോടു കൂടി താൻ ഇടയ്ക്കിടെ കണ്ടിരുന്ന മുഖംമൂടിധാരിയായ മനുഷ്യൻ ലൂതറായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് ലൂതർ ഭക്ഷണവുമായി വീണ്ടും അവളുടെ പക്കലേക്കെത്തി. ഞാൻ നടന്ന സംഭവങ്ങളൊന്നും ആരോടും പറയില്ലെന്നും എന്നെ തുറന്നു വിടണമെന്നും പറഞ്ഞുകൊണ്ട് അവൾ ലൂതറിനോട് യാചിച്ചു.
പക്ഷേ ലൂതർ അവളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയും അവൾ ബോധരഹിതയാവുകയും ചെയ്തു. പിന്നീട് ലൂതർ ബേസ്മെൻറ്റിലേക്ക് ചെന്ന് ആദ്രാസനെ കൊന്ന് അവൻ്റെ ഇറച്ചി ഉപയോഗിച്ച് വിവിധങ്ങളാർന്ന വിഭവങ്ങളുണ്ടാക്കി. ലൂതറിൻ്റെ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ മനുഷ്യമാംസം കഴിക്കുന്നവരാണെന്നുള്ളതായിരുന്നു ഞെട്ടിപ്പിക്കുന്ന വസ്തുത. അന്ന് വിരുന്നിനായി ലൂതർ തൻ്റെ കമ്മ്യൂണിറ്റിയിലെ ആളുകളെ വിളിച്ചു വരുത്തിയിരുന്നു. ആ ഒരു ടേബിളിൽ ബോധരഹിതയായ നിലയിൽ നീനയെയും അവൻ ബന്ധനസ്ഥനാക്കി വെച്ചിരുന്നു. ബോധം വന്ന നീന അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കാരണം അവൾക്കവിടെ ജോലിയാക്കി കൊടുത്തിരുന്ന അവളുടെ കൂട്ടുകാരിയും ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ അംഗമാണ്. പിന്നീട് ലൂതർ നീനയെ വിലക്കിയിരുന്ന പുരാതനമായ അവരുടെ ആ ഒരു പുസ്തകമെടുത്ത് വായിക്കുകയാണ്. ശേഷം അവർ ആചാരത്തിൻ്റെ ഭാഗമായി അവിടെ വെച്ചിരുന്ന ആദർശിൻ്റെ രക്തമെടുത്ത് കുടിക്കാൻ ആരംഭിച്ചു. ശേഷം ലൂതർ അവിടെ വറുത്തു വച്ചിരുന്ന ആദർശിൻ്റെ തല ഏവരെയും കാണിക്കുകയാണ്. ആവേശത്തോടെ ലൂതറിൻ്റെ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ അത് ഭക്ഷിക്കാനൊരുങ്ങി. ഈ ഒരു ഭീതിജനകമായ കാഴ്ച കണ്ട് നീന ഛർദ്ദിക്കുകയാണ്. അതോടുകൂടി ലൂതറിൻ്റെ ആ ഒരു പാർട്ടി ആകെ അലങ്കോലമായി. ശുദ്ധീകരണം നടത്തേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ലൂതർ വിളിച്ചു വരുത്തിയിരുന്ന അതിഥികൾ മടങ്ങുകയാണ്. ഇത് കണ്ട് കോപാകുലനായ ലൂതർ നീനയെയും കുട്ടിയെയും അവൻ്റെ ബേസ്മെൻറ്റിൽ പൂട്ടിയിട്ടു. അവൻ പോയതോടെ നീന തന്നെ മോചിതയാക്കാനായി കുട്ടിയുടെ സഹായം തേടി. അങ്ങനെ കുട്ടിയുടെ സഹായത്തോടെ നീനയ്ക്ക് തന്നെ ബന്ധിച്ചിരുന്ന ടാപ്പുകൾ മുറിച്ചു മാറ്റാനായി സാധിച്ചിരുന്നു. ബേസ്മെൻറ്റിലുണ്ടായിരുന്ന ഒരു കത്തിയും തോക്കും നീന പ്രാണരക്ഷാർത്ഥം കയ്യിൽ കരുതി. നീനയുടെ കൂട്ടുകാരി ഒഴികെ മറ്റെല്ലാ അതിഥികളും പോയി കഴിഞ്ഞിരുന്നു. ഈ ഒരു സമയത്താണ് ലൂതറിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നൊരു യുവാവ് തൻ്റെ മറന്നുവെച്ച പേഴ്സ് എടുക്കാനായി തിരിച്ചു വരുന്നത്. ബേസ്മെൻറ്റിൽ നിന്നും പുറത്തേക്ക് കടന്നിരുന്ന നീനയെ അയാൾ കാണാനിടയായി. നീന അയാൾക്കു നേരെ തോക്കു ചൂണ്ടി. തന്നെ കൊല്ലരുതെന്ന് അയാൾ അഭ്യർത്ഥിച്ചു. അത് വകവയ്ക്കാതെ നീന അയാളെ തൽക്ഷണം തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തി. വെടിവെച്ചയുടെ ശബ്ദം കേട്ടതോടെ നീന രക്ഷപ്പെട്ട വിവരം ലൂതറും അവളുടെ കൂട്ടുകാരിയും മനസ്സിലാക്കി. നീന ലൂതറിൻ്റെ വാഹനത്തിലേക്ക് കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അത് ലോക്കായിരുന്നു. അങ്ങനെ താക്കോൽ കണ്ടെത്താനായവൾ ലൂതറിൻ്റെ ഔട്ട് ഹൗസിലേക്ക് പായുകയാണ്. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് നീനയെ ചതിച്ചിരുന്ന ആ ഒരു കൂട്ടുകാരി അവളെ കാണാനിടയായി. തന്ത്രപൂർവ്വം നീന കുട്ടിയുടെ പേര് വിളിച്ച് കൂട്ടുകാരിയുടെ ശ്രദ്ധ തിരിക്കുകയും കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തു ഛേദിച്ച് അവളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ശേഷം അവൾ തൻ്റെ കുഞ്ഞിനെയും കൂട്ടി ലൂതറിൻ്റെ ഔട്ട് ഹൗസിലേക്ക് ഓടിക്കയറി. ഭീതിജനകമായ കാഴ്ചകളാണ് അവൾക്കവിടെ കാണാനായി സാധിച്ചത്. അതിനകത്ത് മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ മാംസത്തിനായി തൂക്കിയിട്ടിരിക്കുന്നു. ഭീതിയോടെ അവൾ അവിടെ കാറിൻ്റെ താക്കോൽ തിരയുകയാണ്. ഈ ഒരു സമയത്ത് വാതിൽ തകർത്തുകൊണ്ട് ലൂതർ ആ ഒരു ഔട്ട് ഹൗസിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. അവൾ ലൂതറിനു നേരെ തോക്കു ചൂണ്ടി. എന്നെ കൊന്നാൽ പോലീസ് നിന്നെ പിടികൂടുമെന്നും ആളുകൾ നിൻ്റെ കുട്ടിയെ ദുരുപയോഗം ചെയ്യുമെന്നും പറഞ്ഞ് ലൂതർ നീനയെ ഭീഷണിപ്പെടുത്തി. ഞാനിവിടേക്ക് അനധികൃതമായി കുടിയേറിയതാണെന്നും രേഖകളൊന്നുമില്ലാത്ത എന്നെ പോലീസ് പിടികൂടില്ലെന്നും നീന അവന് മറുപടി നൽകി. ശേഷം നീന ലൂതറിനെ ഷൂട്ട് ചെയ്തെങ്കിലും വെടിയുണ്ട പതിച്ചത് അവൻ്റെ കയ്യിലായിരുന്നു. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് തോക്കിലെ ഉണ്ടകൾ തീർന്നു പോയിരുന്നു. അതോടെ ലൂതർ നീനയെ പിടികൂടുകയും അവളെ അവിടെ ഉണ്ടായിരുന്നൊരു ബോക്സിനകത്ത് അടയ്ക്കുകയും ചെയ്തു. ഈ സമയത്ത് നീനയുടെ കുട്ടി അവിടെ നിന്നും കാട്ടിലേക്ക് ഓടിയിരുന്നു. കുട്ടിയെ കണ്ടെത്താനായി ലൂതർ അവൾക്ക് പുറകെ ഓടി. ഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് നീനയ്ക്ക് തന്നെ പൂട്ടിയിട്ടിരുന്ന കൂടിൻ്റെ ലോക്ക് തകർത്ത് പുറത്തേക്ക് കടക്കുവാനായി സാധിച്ചിരുന്നു. ഈ നേരത്ത് ലൂതർ അന്വേഷണം തൻ്റെ വീട്ടിലേക്ക് വ്യാപിപ്പിക്കുകയും അവിടെ ഒളിച്ചിരുന്നിരുന്ന കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. തക്ക സമയത്ത് നീന അങ്ങോട്ടേക്കെത്തി ലൂതറിനെ ആക്രമിക്കുകയാണ്. സംഘട്ടനത്തിനിടെ ലൂതറിൻ്റെ കിരീടത്തിലുണ്ടായിരുന്ന മാൻകൊമ്പിൻ്റെ കഷ്ണം നീനയുടെ കാലിലേക്ക് തുളച്ചു കയറിയിരുന്നു. പരിക്കുപറ്റിയ നീനയെ ആക്രമിക്കാനായി ലൂതർ അവളുടെ ദേഹത്തേക്ക് ചാടി വീണു. അതോടെ നീന കാലിൽ കുത്തിക്കയറിയിരുന്ന മാനിൻ്റെ കൊമ്പ് വലിച്ചൂരി അതുപയോഗിച്ച് ലൂതറിൻ്റെ കഴുത്തിലേക്ക് കുത്തി. താമസിയാതെ തന്നെ നരഭോജിയായ ലൂതർ അവിടെ മരിച്ചു വീണു. പിറ്റേന്ന് രാവിലെ നീന തൻ്റെ കുഞ്ഞിനെയും കൂട്ടി ലൂതറിൻ്റെ വാഹനത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. അനധികൃതമായി കുടിയേറിയിട്ടുള്ള നിരവധി കുട്ടികളും യുവതികളും US-ൽ മിസ്സിംഗ് ആയിട്ടുണ്ടെന്ന് ചിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ലൂതറിൻ്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന നീനയെയും കുട്ടിയെയും കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുന്നു.